So this is the first module of distributed systems. So എന്താണ് distributed system? Distributed system വെച്ചാൽ it's a network of independent computers ആണ്. Okay, that work together, ഒരുമിച്ച് വർക്ക് ചെയ്യും to perform the task, and അത് യൂസേഴ്സിന് ഒരു സിംഗിൾ യൂണിഫൈഡ് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും. പക്ഷെ അതങ്ങനെയാണോ? അല്ല. ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് individual computers that work together to perform a single task. Okay, so ഇവിടെ എന്ന് വെച്ചാൽ it's a collection of independent entities, that is independent computers, and അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് ഒരു സിംഗിൾ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യും. ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യും വിച്ച് കെ നോട്ട് ബി ഇൻഡിവിജ്വലി സോൾവ്ഡ് ബൈ ഈച്ച് കമ്പ്യൂട്ടർ. ആ പ്രോബ്ലത്തിന് ഇൻഡിവിജ്വലി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ ഇത്രയും കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ചിരിക്കുമ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം? അപ്പം ഒന്ന് ക്രാഷായ മറ്റുള്ളതിനെ എഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണ ഉണ്ടാകുന്നൊരു തോട്ടാണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ആകുമ്പോൾ അവർക്കൊക്കെ സെയിം മെമ്മറി ആയിരിക്കും, സെയിം ഫിസിക്കൽ ക്ലോക്ക് ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു നോഷനുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദേ ഓൾ ഹാവ് ഡിഫറൻസ് മെമ്മറി സ്പേസ് ആൻഡ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്ലോക്സ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ബൈ മെസ്സേജ് പാസിങ്. അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ബൈ മെസ്സേജ് പാസിങ് വഴിയാണ്. കാരണം അവർക്കല്ലാതെ സെയിം മെമ്മറിയോ അല്ലെങ്കിൽ സെയിം ഫിസിക്കൽ ക്ലോക്കോ ഇല്ല. അവർ മെസ്സേജ് പാസിങ് വഴിയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്കിൽ. ആൻഡ് ഓരോ കമ്പ്യൂട്ടറിനും അവരുടേതായ മെമ്മറിയും അവരുടേതായ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഉണ്ടായിരിക്കും. ഓക്കെ, എ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ്. Okay, a collection of independent computers that appears to the user of the system as a single coherent computer. ഈ ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സിന് യൂസറിനൊരു സിംഗിൾ കൊഹറൻറ്റ് സിസ്റ്റമായിട്ട് അവരൊക്കെ തോന്നും. ഓക്കെ, സോ ദേ അപ്പിയർ ടു ദ യൂസേഴ്സ് ആസ് എ സിംഗിൾ കൊഹറൻറ്റ് സിസ്റ്റം. ഒരുമിച്ചാകുന്ന ഒരു സിസ്റ്റമായിട്ട്, ഒരു സിംഗിൾ സിസ്റ്റമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയാണോ? നെവർ. ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ്, കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ്. A term that describes a wide range of computers from weakly coupled systems. A term that describes a wide range of computers. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടേം വിച്ച് ഡിസ്ക്രൈബ്സ് എ വൈഡ് റേഞ്ച് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഒത്തിരി കമ്പ്യൂട്ടേഴ്സ് അതിനകത്ത് വരും. ഫ്രം വീക്ലി കപ്പിൾഡ് സിസ്റ്റംസ് സച്ച് ആസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ് ടു സ്ട്രോങ്ലി കപ്പിൾഡ് സിസ്റ്റംസ് സച്ച് ആസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. സോ ഇവിടെ നമുക്ക് ഒത്തിരി റേഞ്ച് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും. ആൻഡ് അവിടെ വീക്ക്ലി കപ്പിൾഡ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും, വാൻ വെച്ചിട്ടുള്ള, വൈഡ് ഏരിയ നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള. പക്ഷേ അതുമാത്രമല്ല സ്ട്രോങ്ലി കപ്പിൾഡ്, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഒരു കുറച്ചുകൂടെ കൊച്ചു ഏരിയയിൽ കുറച്ചുകൂടെ സ്ട്രോങ്ലി കപ്പിൾഡ് ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടെ വലിയ ഏരിയയിലാകുമ്പോൾ കുറച്ചുകൂടെ ലൂസ്ലി കപ്പിൾഡ് ആയിരിക്കും. സോ 4 കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് വൺ, ഒന്നിൽ ക്രാഷ് ഉണ്ടായാലും കുഴപ്പമില്ല. രണ്ടാമത്, എല്ലാത്തിനും സെപ്പറേറ്റ് മെമ്മറിയാണ്, സെപ്പറേറ്റ് ഫിസിക്കൽ ക്ലോക്കാന്ന് പഠിച്ചു. മൂന്നാമത് പഠിച്ചു കുറേ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ, കുറേ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, പക്ഷേ യൂസറിന് അതൊക്കെ ഒരു സിസ്റ്റമായിട്ട് തന്നെ ഫീൽ ചെയ്യും. ആൻഡ് എ ടേം ഡിസ്ക്രൈബ്സ് ദാറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിച്ച് കൻ ബി ടൈറ്റ്ലി കപ്പിൾഡ് ഇൻ എ ലാൻ ആൻഡ് ലൂസ്ലി കപ്പിൾഡ് ഇൻ എ വാൻ. ഇനി അടുത്ത ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ആണ്. ഞാൻ പറഞ്ഞു, നോ കോമൺ ഫിസിക്കൽ ക്ലോക്ക്, നോ ഷെയർഡ് മെമ്മറി, ജിയോഗ്രാഫിക്കലി സെപ്പറേറ്റഡ് ആണ്. നമ്മൾ വിചാരിക്കും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുമായിരിക്കും, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഇറ്റ് ഈസ് ജിയോഗ്രാഫിക്കലി സെപ്പറേറ്റഡ്. ഓട്ടോണോമി ആൻഡ് ഹെറ്ററോജിനിറ്റി. ദ പ്രോസസ്സേഴ്സ് ആർ ലൂസ്ലി കപ്പിൾഡ്. ഞാൻ പറഞ്ഞു ഇവിടെ പ്രോസസ്സേഴ്സിന്, അതായത് പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ CPU അവർ ലൂസ്ലി കപ്പിൾഡ് ആയിരിക്കും. ദാറ്റ് ദേ ഹാവ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ആൻഡ് ഈച്ച് ക്യാൻ ബി റണ്ണിങ് അറ്റ് എ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കോപ്പറേറ്റ് വിത്ത് വൺ അനദർ ബൈ ഓഫറിംഗ് സർവീസ്, സോൾവിങ് എ പ്രോബ്ലം ജോയിൻ്റ്ലി. ലൂസ്ലി കപ്പിൾഡ് ആയിരിക്കും, ഓട്ടോണോമി ആയിരിക്കും, ആൻഡ് ഹെറ്ററോജിനിറ്റി. ഡിഫറെൻറ്റ് സിസ്റ്റംസ്, ഡിഫറെൻറ്റ് ക്ലോക്ക് സ്പീഡ്സ്, ഡിഫറെൻറ്റ് സ്പീഡ്സ്. അവരെല്ലാം കൂടെ കോപ്പറേറ്റ് ചെയ്ത് ഒരു സിംഗിൾ വർക്ക് ചെയ്യുന്നു, സോൾവിങ് എ പ്രോബ്ലം jointly. So there is no common physical clock, no shared memory. It is geographically separated and autonomy and heterogeneity. No common physical clock, no shared memory, autonomy and heterogeneity. Geographically they are separated. These are the features. Okay.
ഞാൻ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത് പ്രോസസ്സേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നത് യൂസിങ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ലൈക്ക് വാൻ ആൻഡ് ലാൻ. ഞാൻ പറഞ്ഞു ഇറ്റ് ക്യാൻ ബി ഐദർ ലൂസ്ലി കപ്പിൾഡ് ഓർ strongly coupled. It depends. So a distributed system connects to the processors using the communication networks. Okay, interaction of the software components at each processor. Okay, figure 1.2ൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. നമുക്കൊരു ആപ്പുണ്ട്. അപ്പം ആ ആപ്പിൽ നമുക്കൊരു യൂസർ ഒരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പം അത് നമ്മുടെ ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്ക് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ വേണം. മിഡിൽ വെയർ ആയിരിക്കും ഈ ഒരു ഇൻട്രാക്ഷൻ വിത്ത് അതർ മെഷീൻസിനെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ, മിഡിൽ വെയർ ലൈബ്രറീസ്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് സഹായിക്കുമെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കും. ഓക്കെ, അതിന് വേണ്ടി ഓരോ മെഷീനായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഈ വക ലെയർസ്, ആപ്ലിക്കേഷൻ്റെ, ട്രാൻസ്പോർട്ടിലെ, നെറ്റ്വർക്കിലെ, ഡേറ്റ ലിങ്കിലെ ഈ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ സ്റ്റാക്കിൽ കൂടെ മെസ്സേജ് നമുക്ക് ഒരു മെഷീനിൽ നിന്ന് നമ്മൾ വേറൊരു മെഷീനിലേക്ക് നമ്മൾ കൊടുത്തിട്ട് തിരിച്ച് അവിടെ നിന്ന് വരുന്നതൊക്കെ നമുക്ക് മിഡിൽ വെയർ കൊടുത്ത് നമുക്ക് പിന്നെയും അത് യൂസറിന് അതനുസരിച്ച് വരുത്താനും അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു ഓഫ് ദി സോഫ്റ്റ്വെയർ കോമ്പണന്റ് ഈച്ച് പ്രോസസ്സ്, ഓരോ പ്രോസസ്സിനകത്തുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്നത് ഈ ഒരു സംഭവത്തിലാണ്. ഒരു ആപ്ലിക്കേഷൻ കാണും, ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ മിഡിൽ വെയർ ലൈബ്രറീസ് കാണും, OS services കാണും ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർ ഇൻട്രാക്റ്റിംഗ് വിത്ത് അതർ ലെയേഴ്സ്. ദേ വിൽ ബി ഹാവിങ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ സ്റ്റാക്ക് ലൈക്ക് ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു മെഷീൻ, ഒരു പ്രോസസ്സറിൽ നിന്ന് മറ്റൊരു പ്രോസസ്സായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻട്രാക്ഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ കോമ്പണൻസ് അറ്റ് ഈ പ്രോസസ്സർ. ഓരോ പ്രോസസ്സിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണിത്. ഓക്കെ, അതിന് ഇൻട്രാക്ഷനാണിത്. ഓക്കെ, ഈച്ച് കമ്പ്യൂട്ടർ ഹാസ് എ മെമ്മറി പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്ട്. Okay, each computer has a memory processing unit and the computers are connected by a communication network. ഓരോ കമ്പ്യൂട്ടറിനും അവരുടേതായ മെമ്മറിയും പ്രോസസ്സിംഗ് യൂണിറ്റും ഉണ്ട്. ആൻഡ് അവരെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത് ഒരു ലാൻ വഴിയോ അല്ലെങ്കിൽ വാൻ വഴിയോ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴിയാണ് അവർ കണക്ട് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ ഇസ് ഓൾസോ ടേംഡ് ആസ് മിഡിൽ വെയർ. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് മിഡിൽ വെയർ. ഈ മിഡിൽ വെയർ ഉള്ളത് കൊണ്ടാണ് ഈ പലതരമായ കമ്പ്യൂട്ടേഴ്സിന് ഈ പ്രോസസ്സസിനൊക്കെ കൊളാബറേറ്റ്ലി യൂണിഫൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതായത് ഒരു കോമൺ ഗോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ ആയ ഈ ഒരു മിഡിൽ വെയർ കാരണമാണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് എക്സിക്യൂഷൻ, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്സസ്. ഓരോ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷനാണ് അക്രോസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ എക്സിക്യൂഷൻ ഓഫ് പ്രോസസ്സസ് ആണ് ദാറ്റ് കൊളാബറേറ്റ്ലി അച്ചീവ് എ കോമൺ ഗോൾ. അതായത് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്, കൊളാബറേറ്റ്ലി ആയിട്ട് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന, ആ ഒരു എക്സിക്യൂഷൻ ഓഫ് പ്രോസസ്സിനെ സഹായിക്കുന്ന സാധനമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ. അപ്പം ഈ ഡിസ്ട്രിബ്യൂട്ടഡ് എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്സസ് കൊളാബറേറ്റ്ലി അക്രോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു കൊളാബറേറ്റ്ലി അച്ചീവ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ. ഒന്നുകൂടെ പറയാം, ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ ആയ മിഡിൽ വെയർ കാരണമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സിന് ഒരുമിച്ച് ഒരു കൊളാബറേറ്റ്ലി ഒരു യൂണിഫൈഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? ഓക്കെ, ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം യൂസസ് എ ലെയേർഡ് ആർക്കിടെക്ചർ. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് ഭയങ്കര കോംപ്ലക്സ് ആണ്, കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അതിനെ ഒന്ന് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ലെയേർഡ് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് മിഡിൽ വെയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മിഡിൽ വെയർ എന്താണ്? ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ ദറ്റ് ഡ്രൈവ്സ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്? ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഇതിനെയൊക്കെ സഹായിക്കുന്നത് എന്താണ്?
ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ സഹായിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ ആണ്. അതായത് എല്ലാ ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെയും കൂടെ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഒരു മിഡിൽ വെയർ ആണ്. ഓക്കെ, എങ്ങനെ സഹായിക്കും? ബൈ പ്രൊവൈഡിങ് എ ട്രാൻസ്പെറൻസി ഓഫ് ഹെട്രോജിനിറ്റി ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ, ഡിഫറെൻറ്റ് മെമ്മറി, അതിനൊക്കെ നമ്മൾ ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുന്നു. ട്രാൻസ്പെറൻസി ഓഫ് ഹെട്രോജിനിറ്റി. ഓക്കെ, നെക്സ്റ്റ് ആണ് മോട്ടിവേഷൻ ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. ഓക്കെ, മോട്ടിവേഷൻ ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്, അതായത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇൻഹെറൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻസ്. അതായത് നാച്ചുറലി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ കഴിയാതെ നമുക്ക് അതല്ലാതെ നമുക്ക് വേറൊരു വഴിയുമില്ല. അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഡൽഹിയിലേക്ക് നമുക്കൊരു മണി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ബോത്ത് സിറ്റീസിലും സെർവേഴ്സിൽ ഇത് ഓക്കെ ആണോ, അതവിടെ നല്ലതായിട്ട് നടക്കുന്നുണ്ടോ, ബോത്ത് സെർവർ അവിടെ ആക്റ്റീവാണ്. സോ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അവിടെ വന്നേ പറ്റുള്ളൂ. അപ്പം ഇൻഹെറൻ്റ്ലി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ. രണ്ടാമത് റിസോഴ്സ് ഷെയറിങ്. നമ്മൾ ഹാർഡ്വെയർ റിസോഴ്സസ് ആയാലും സോഫ്റ്റ്വെയർ റിസോഴ്സ് നമ്മൾ ഷെയർ ചെയ്യാണ്. ഇപ്പം GPU സെർവേഴ്സ് നമ്മൾ ഷെയർ ചെയ്യാണ്. അപ്പോൾ അവിടെ ഒത്തിരി ഇപ്പം ഒരു കോളേജിലെ പിള്ളേർക്ക് എല്ലാവർക്കും ആ ഒരു GPU സെർവർ യൂസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം. സോ അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അതാണ് റിസോഴ്സ് ഷെയറിങ്. പിന്നെ നമുക്കൊരു ജോഗ്രഫിക്കലി റിമോട്ടായിട്ടുള്ള ഒരു ഡേറ്റാ സെൻറ്ററിൽ നമുക്ക് ആക്സസ് വേണമെങ്കിൽ, അവിടുത്തെ റിസോഴ്സസിനെ കുറിച്ചുള്ള ആക്സസ് വേണമെങ്കിൽ അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റമാണ്. അപ്പം ഇങ്ങനെ നമുക്കൊരു ആക്സസ് ടു എ ജോഗ്രഫിക്കലി റിമോട്ട് ഡേറ്റാ സെൻറ്ററിലോ അല്ലെങ്കിൽ നമുക്ക് റിസോഴ്സ് ഷെയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇൻഹെറൻ്റ്ലി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻസ് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇത് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റമാണ്. അടുത്ത, എൻഹാൻസ്ഡ് റിലയബിലിറ്റി. അതായത് നമുക്കൊരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്ന് ഒരു കമ്പ്യൂട്ടർ പോയെങ്കിലും നമ്മളവിടെ എല്ലാം നശിക്കുന്നില്ല, കാരണം ബാക്കിയെല്ലാം റിമെയിൻ സ്റ്റിൽ, റൈറ്റ്? സോ ഇവിടെ വലിയ പ്രശ്നം വരുന്നില്ല ഒന്ന് നശിഞ്ഞാലും. So it is having increased reliable resource sharing, inherently distributed computation, access to the geographically remote areas. അടുത്തതെന്ന് വെച്ചാൽ ഇൻക്രീസ് പെർഫോമൻസ് ഓർ കോസ്റ്റ് റേഷ്യോ. നമുക്കൊരു വലിയൊരു സൂപ്പർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് കോസ്റ്റ് ആവശ്യമുണ്ട്. പക്ഷേ നമ്മളിവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് പെർഫോമൻസസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ബൈ റിസോഴ്സ് ഷെയറിങ് ആൻഡ് ആക്സസിങ് ജോഗ്രഫിക്കൽ റിമോട്ട് ഡേറ്റാസ് റിസോഴ്സസ്. ദ പെർഫോമൻസ് ആൻഡ് ദ കോസ്റ്റ് റേഷ്യോ ഇസ് ഇൻക്രീസ്ഡ്. ഓക്കെ, സ്കെയിലബിലിറ്റി. അനേകമായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് ഇനിയും ആഡ് ചെയ്യാം. പിന്നെ മോഡുലാരിറ്റി ആൻഡ് ഇൻക്രിമെൻ്റൽ എക്സ്പാൻഡബിലിറ്റി. അതായത് നമുക്ക് മോഡുലാറായിട്ട് നമുക്ക് ഓരോ മോഡ്യൂൾസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക ഒരു സാധനം കൂടെ പ്രത്യേക ഒരു മൊഡ്യൂളും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അത് വേണം ആഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് മോഡുലാരിറ്റി, ഇൻക്രിമെൻ്റൽ എക്സ്പാൻഡബിലിറ്റി, പിന്നെ സ്കെയിലബിലിറ്റി, പിന്നെ ഇൻക്രീസ്ഡ് പെർഫോമൻസ് ആൻഡ് ഓർ കോസ്റ്റ് റേഷ്യോ, എൻഹാൻസ്ഡ് റിലയബിലിറ്റി, ജോഗ്രഫിക്കലി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഏരിയ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും, റിസോഴ്സ് ഷെയറിങ്, ഇൻഹെറൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻസ്. ഓക്കെ, ഇനി അടുത്ത പ്രിമിറ്റീവ്സ് ആണ് നോക്കുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. മെസ്സേജ് പാസിംഗ് ഉണ്ട്, ഷെയർഡ് മെമ്മറി ഉണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നടക്കുന്നത് മെസ്സേജ് പാസ്, നമ്മൾ OS പഠിച്ചിട്ടുണ്ട്. മെസ്സേജ് പാസിംഗ് ഉണ്ട്, ഷെയർഡ് മെമ്മറി ഉണ്ട്. Send and receive primitives are used to send and receive messages. A send primitives has 2 parameters, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ആൻഡ് ദ ബഫർ ഇൻ ദ യൂസർ സ്പേസ് കണ്ടെയ്നിങ് ദ ഡേറ്റ ടു ബി സെൻഡ്. നമ്മൾക്ക് ഡെസ്റ്റിനേഷൻ എവിടെ കൊടുക്കണം ആൻഡ് ഒരു ബഫർ, അതായത് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, that containing the data to be sent. And the receive primitive has at least 2 parameters, that is a source from which the data is to be received and the user buffer in order to store the data which is being received from the sent primitive. Okay, so these are the 2 ways of sending the data, and first one is a buffered option, that is അവിടെ എന്താണ് യൂസറിൽ നിന്നുള്ള ഡേറ്റ നമ്മളൊരു കോപ്പീസ് ഡേറ്റ ഫ്രം ദ യൂസർ ബഫർ ടു ദ കേർണൽ ബഫർ. അതായത് യൂസറിൻ്റെ ബഫറിൽ നിന്ന് കേർണൽ ബഫറിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുകയാണ്. സോ അതാണ് ബഫേർഡ് ഓപ്ഷൻ, ദറ്റ് ഈസ് ഇൻ ഓർഡർ ടു കോപ്പി ദ ഡേറ്റ ഫ്രം ദ യൂസർ ബഫർ ടു ദ കേർണൽ ബഫർ. അൺബഫേർഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡേറ്റ ഗെറ്റ്സ് കോപ്പി ഡയറക്ട്ലി ഫ്രം ദ യൂസർ ബഫർ ഓൺ ടു ദ നെറ്റ്വർക്കിലേക്ക് യൂസർ ബഫറിൽ നിന്ന് നേരിട്ട് ഇറക്കുവാണ്, അല്ലാതെ കേർണൽ ബഫറിലേക്ക് മാറ്റുന്നില്ല. അതായത് ഡയറക്റ്റ് നെറ്റ്വർക്കിലേക്ക് കൊണ്ടിടുകയാണ്. So data is copied
from the user buffer directly to the network in unbuffered option. But in buffered option, it is not like that. We are transferring the data from the user buffer to the kernel buffer. അടുത്തെന്ന് വെച്ചാൽ synchronous primitives. Send or receive primitive is synchronous if both the send receive handshake with each other. അതായത് സെൻറ്റർ കൊടുക്കും, അതവിടെ റിസീവ് ആയോ എന്ന് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യും ഫോർ ദ അക്നോളജ്മെൻറ്റ്. That is synchronous. Okay, the process for send primitive completes only after invoking process learns that other corresponding receive primitive has been invoked. It is called and a receive operation has been completed. Receive operation completed ആയോ എന്ന് നോക്കും. അപ്പോഴേ പ്രോസസ്സിങ് സെൻഡ് പ്രിമിറ്റീവ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ കോൾ ഫോർ ദ, അപ്പോൾ ഇവിടെ നോക്കി കോൾ ഫോർ ദ പ്രോസസ് ബി. അപ്പോൾ എന്ന് ബിയിലേക്ക് കോൾ ചെയ്യുന്നു ആൻഡ് വെയിറ്റ് ഫോർ ദ റെസ്പോൺസ്. എന്നിട്ട് ബിയിൽ നിന്ന് നമുക്കൊരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ എ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല asynchronous. Asynchronous send primitive is to be set to be asynchronous if control returns back to the invoking process after the data item to be sent has been copied out of the user specified buffer. അതായത് സെൻഡ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത് asynchronous ആവണമെങ്കിൽ കൺട്രോൾ ആണെങ്കിൽ റിട്ടേൺസ് ബാക്ക് ടു ദ കോൾ പ്രോസസ് after data item to be sent has been copied out of the user specified buffer. യൂസറിൻ്റെ ബഫറിൽ നിന്ന് എടുത്തതിന് ശേഷം, അതായത് യൂസർ ആ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്താണ് ഹിറ്റ് കൺട്രോൾ റിട്ടേൺസ് ബാക്ക്. ഓക്കെ, അത്രയാണ്. അതായത് കോൾ ഫോർ ദ പ്രോസസ് ബി, എന്നിട്ട് എ കണ്ടിന്യൂ ടു വർക്ക്, എന്നിട്ട് ഗെറ്റ് ദ റെസ്പോൺസ് ഫ്രം ബി ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു എ. ഓക്കെ ഓക്കെ അടുത്ത ബ്ലോക്കിംഗ് പ്രിമിറ്റീവ്സ് ആണ്. പ്രിമിറ്റീവ് ഈസ് ബ്ലോക്കിംഗ് if control returns to the calling process after the process for the primitive, whether in synchronous or asynchronous mode completes. ഒരു പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ആണ് എന്ന് പറയണമെങ്കിൽ അത് കൺട്രോൾ റിട്ടേൺ ടു ദ കോളിംഗ് പ്രോസസ് ആഫ്റ്റർ ദ പ്രോസസ്സിങ് ഫോർ ദ പ്രിമിറ്റീവ്. അതായത് ഒരു സംഭവം ചെയ്യുമ്പം അത് സെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. ബ്ലോക്കിംഗ് സെൻഡ് വെയിറ്റ്സ് ആഫ്റ്റർ സെൻഡിങ് മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്യും, വെയിറ്റ് ചെയ്യും until it is received by the receiver and acknowledged. അതാണ് ബ്ലോക്കിംഗ് സെൻഡ്. പ്രിമിറ്റീവ് ഇസ് ബ്ലോക്കിംഗ്. നമ്മുടെ ഒരു പ്രിമിറ്റീവ് എന്ന് പറയുന്നത്, പ്രിമിറ്റീവ് നോക്കിയേ. ഓക്കെ, പ്രിമിറ്റീവ് തന്നെ സെൻഡ് അല്ലെങ്കിൽ റിസീവ് ആണ് പ്രിമിറ്റീവ്സ്. ഈ സെൻഡ് അല്ലെങ്കിൽ റിസീവ് എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് കൺട്രോൾ റിട്ടേൺസ് ടു ദ കോളിംഗ് പ്രോസസ് ആഫ്റ്റർ ദ പ്രോസസ്സിങ് ഫോർ ദ പ്രിമിറ്റീവ്. ആ ഒരു പ്രിമിറ്റീവ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ പ്രിമിറ്റീവിലേക്ക് തിരിച്ച് കൺട്രോൾ വരത്തുള്ളൂ. ഓക്കെ, വെയിറ്റ്സ് ആഫ്റ്റർ സെൻഡിങ് മെസ്സേജ് അൺടിൽ ഇറ്റ് ഈസ് റിസീവ് ബൈ ദ റിസീവർ ആൻഡ് അക്നോളജ്ഡ്. ബ്ലോക്കിംഗ് റിസീവർ എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ്, ഒരു മെസ്സേജ് റിസീവ് ആകുന്നത് വരെ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും, അവിടെ വർക്ക് ചെയ്യാതെ വണ്ണം. നോൺ ബ്ലോക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിമിറ്റീവ്, അതായത് സെൻഡ് റിസീവ് ഈസ് നോൺ ബ്ലോക്കിംഗ് ഇഫ് കൺട്രോൾ റിട്ടേൺസ് ബാക്ക് ടു ദ കോൾ പ്രോസസ്. കൺട്രോൾ തിരിച്ച് കോൾ പ്രോസസ്സിലേക്ക് പോകും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോളിംഗ്. അപ്പം നോൺ ബ്ലോക്കിംഗ് സെൻഡ് ആണ് കണ്ടിന്യൂസ് ആഫ്റ്റർ സെൻഡിങ് ദ മെസ്സേജ്. നോൺ ബ്ലോക്കിംഗ് റിസീവ് ആണ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ഈവൻ ഇഫ് ദ മെസ്സേജ് ഇസ് നോട്ട് റിസീവ്ഡ്. അടുത്ത പ്രോസസ്സർ സിങ്ക്രണി. Processor synchrony indicates that all the process executes in lockstep with their clock synchronized. എല്ലാ സ്റ്റെപ്സും ഒരേപോലെ എക്സിക്യൂട്ട് ചെയ്യാണ് പ്രോസസ്സേഴ്സ് എങ്കിലാണ് അതിനെ പ്രോസസ്സർ സിങ്ക്രണി എന്ന് വിളിക്കുന്നത്. വിത്ത് ദെയർ ക്ലോക്സ് സിങ്ക്രണൈസ്ഡ്. അവരുടെ ക്ലോക്സ് എന്ന് പറയുന്നത് സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. ആസ് എ സിങ്ക്രണി ഈസ് നോട്ട് അറ്റൈനബിൾ ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. പക്ഷെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം നോക്കുമ്പോൾ അങ്ങനെ വരത്തില്ല. കാരണം നെറ്റ്വർക്ക് ഡിലേയും പിന്നെ എന്താണ് നെറ്റ്വർക്ക് ഡിലേയും ഒരേപോലത്തെ ക്ലോക്സ് അല്ലാത്തത് കൊണ്ടും നമുക്ക് ഒരിക്കലും ഫുൾ സിങ്ക്രണി വരത്തില്ല. ഫോർ ലാർജ് ഗ്രാനുലാരിറ്റി ഓഫ് ദ കോഡ് ദ പ്രോസസ്സേഴ്സ് ആർ സിങ്ക്രണൈസ്. പക്ഷേ ഒരു ലാർജ് ഗ്രാനുലാരിറ്റി ഓഫ് കോഡ്, അതായത് ഒരു പെർട്ടിക്കുലർ കൊച്ചു കാര്യത്തെക്കാട്ടിലും കുറച്ച് കൂടുതൽ കാര്യം നോക്കുമ്പോഴത്തേക്ക് അതിനെ കൂടുതൽ കാര്യങ്ങൾ നോക്കി നമുക്കതിനെ സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ ഫോം ഓഫ് barrier synchronization to ensure that no processor begins executing the next step of the code until all the processors have completed executing the previous steps of the code assigned to each processors. ഓരോ പ്രോസസ്സേഴ്സും അടുത്ത പ്രോസസ്സേഴ്സ് തുടങ്ങണമെങ്കിൽ ആ സകല പ്രോസസ്സേഴ്സും ആ പെർട്ടിക്കുലർ സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പ്രോസസ്സറിന് അടുത്ത സ്റ്റെപ്പുകൾ തുടരാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ,
ഞാനിപ്പോൾ ഒരു വർക്ക് സ്റ്റുഡൻസിനെ ഏൽപ്പിക്കുകയാണ്. അത് ഞാൻ പറയുകയാണ്, ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി നേരത്തെ കംപ്ലീറ്റ് ചെയ്താലും സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഒരുമിച്ച് സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ബാരിയർ സിങ്ക്രനൈസേഷൻ.